ചാനൽ ചർച്ചയിൽ മുസ്ലിം വിദ്വേഷ പരാമർശം നടത്തിയെന്ന കേസിൽ ബി.ജെ.പി. നേതാവ് പി.സി. ജോർജിന് മുൻകൂർ ജാമ്യമില്ല. ഇപ്പോഴാണ് കോടതിയുടെ തീരുമാനം വന്നത്. ചാനൽ ചർച്ചയിൽ വിദ്വേഷ പരാമർശം നടത്തി എന്നുള്ള കേസുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതി അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. അഹമ്മദ് മുജ്തബ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മുജ്തബ, പി.സിക്ക് ജാമ്യമില്ല അല്ലേ? അമൃത, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കേസ് ഹൈക്കോടതി പരിഗണിച്ചിരുന്നു. 2-3 തവണ വാദം കേട്ടു. അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ന് ഈ കേസ് വിധി പറയാൻ മാറ്റിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശങ്ങൾക്കിടയിൽ ഈ മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയതുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയിൽ പി.സി. ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. ഇതുവരെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള ഒരു ഉത്തരവ് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാകുന്നതോടുകൂടി, മുൻകൂർ ജാമ്യമില്ല എന്ന് കോടതി വിധിക്കുന്നതോടുകൂടി പി.സി. ജോർജിന്റെ ഇടക്കാല അറസ്റ്റ് ചെയ്യരുതെന്നുള്ള ഉത്തരവ് കൂടി അസാധുവാവുകയാണ്. എന്തായാലും കടുത്ത നടപടികളിലേക്ക് പോലീസിന് കടക്കേണ്ടി വരും. നേരത്തെ ഒരു ചാനൽ ചർച്ചയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങളിൽ അങ്ങേയറ്റം പ്രകോപനപരമാണെന്നും അത് വിദ്വേഷ പരാമർശമാണെന്നും ആവർത്തിച്ച് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുകയാണെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പി.സി. ജോർജിന്റെ ഈ പ്രസ്താവനകളെ നിയന്ത്രിക്കണമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് സർക്കാർ വിവിധങ്ങളായ രേഖകളും അതോടൊപ്പം തന്നെ വിവിധ കേസുകളും പി.സി. ജോർജിന്റെ ഈ കേസുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ മുൻപുണ്ടായ സമാന കേസുകളുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള വിശദാംശങ്ങൾ സർക്കാരും പ്രോസിക്യൂഷനും ഹൈക്കോടതി അറിയിച്ചിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്, അതുകൂടി പരിഗണിച്ചാണ് ഹൈക്കോടതി ഇപ്പോൾ ഇന്ന് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഐ ആം ഡിസ്മിസിംഗ് ഇറ്റ് എന്ന് പറഞ്ഞ് ഒറ്റ വാചകത്തിലാണ് ഇപ്പോൾ പ്രൊനൗൺസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ കൂടി ലഭിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിച്ചപ്പോൾ കോടതി തന്നെ ചില പരാമർശങ്ങൾ നടത്തുകയാണ്. ഒരു മതേതര രാജ്യത്ത് ഇത്തരം പ്രസ്താവനകൾ നടത്തുമ്പോൾ അത് കൂടുതൽ ഗൗരവമായി എടുക്കേണ്ടതാണ്. മാത്രമല്ല, നിലവിൽ 3 വർഷം തടവോ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെയുള്ള പിഴയോ ആണ് ഇപ്പോൾ ശിക്ഷ ലഭിക്കുന്നത്. പക്ഷേ അത് ഒരു ജയിൽ ശിക്ഷയാക്കി മാറ്റണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും കർശനമായ നിരീക്ഷണങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ പരാതിക്കാരുടെ ഭാഗത്തുനിന്നും കൂടി ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ വാദങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സിംഗിൾ ബെഞ്ച് മുൻകൂർ ജാമ്യാപേക്ഷ, പി.സി. ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. അമൃത, ഇപ്പോൾ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനായിരിക്കില്ലേ പോലീസിന്റെ തീരുമാനം, അല്ലേ മുസ്തഫ? തീർച്ചയായും. നേരത്തെ ഈ വിഷയത്തിൽ കേസെടുത്തൊരു സാഹചര്യത്തിൽ, ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തൊരു സാഹചര്യത്തിൽ കോട്ടയം കോടതിയെ പി.സി. ജോർജ് സമീപിച്ചിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷയുമായി. കോട്ടയം കോടതി ആ അപേക്ഷ തള്ളുകയും ചെയ്തു. അതിനുശേഷമാണ് പിന്നീട് സ്വാഭാവികമായും മുകൾ കോടതി എന്നുള്ള നിലയ്ക്ക് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതി കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ 2-3 തവണകളായി ഈ കേസ് പരിഗണിച്ചുകൊണ്ടിരുന്നു. ആദ്യ ദിവസം തന്നെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല, ഇത് തീരുമാനമാകുന്നത് വരെ, ഈ വിഷയത്തിൽ വാദം പൂർത്തിയായി അന്തിമ തീരുമാനമാകുന്നത് വരെ പി.സി. ജോർജിനെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ളൊരു ഇടക്കാല ഉത്തരവുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഈ ഹർജി ഡിസ്മിസ് ചെയ്തതോടുകൂടി, ഹർജി തള്ളിയതോടുകൂടി, മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തീർപ്പാക്കിയതോടുകൂടി സ്വാഭാവികമായും പോലീസിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കാം. കാര്യം, ഇടക്കാല ഉത്തരവ് അസാധുവായിരിക്കുന്നു. അതുകൊണ്ട് പോലീസിന് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാം. അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് എന്തായാലും കടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. സ്വാഭാവികമായും കടുത്ത നടപടികളിലേക്ക്, പ്രത്യേകിച്ച് അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസിന് കടക്കാനാകും. നേരത്തെ അതിന് ഒരു സ്റ്റേ നൽകിക്കൊണ്ട്, അറസ്റ്റിന് സ്റ്റേ നൽകിക്കൊണ്ട് ഒരു ഇടക്കാല ഉത്തരവുണ്ടായിരുന്നു. അതാണ് ഇന്നിപ്പോൾ ഈ ഹർജി തള്ളിയതോടുകൂടി അസാധുവായിരിക്കുന്നത്. എന്തായാലും പി.സി. ജോർജിന് ചാനൽ ചർച്ചകളിൽ നടത്തിയ വിദ്വേഷ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യമില്ല. ഒപ്പം തന്നെ പോലീസിന് അവരുടേതായ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യാം. ഇനി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പോലീസിന് സാധ്യമാവുകയും ചെയ്യും. സ്റ്റേ ഇതിനകം തന്നെ നീങ്ങിയിരിക്കുന്നു. ഈ ഉത്തരവോടുകൂടി സ്റ്റേ അസാധുവായിരിക്കുന്നു. മുസ്തഫ, നമുക്കറിയാം ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ പി.സി. ജോർജിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഈ മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ പരിഗണിക്കുമ്പോഴൊക്കെയും വലിയ തരത്തിലുള്ള വിമർശനം, രൂക്ഷമായ വിമർശനങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് പി.സി. ജോർജിന് നേരെ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഉത്തരവ് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്, അതിന്റെ വിവരങ്ങൾ കൂടുതൽ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? ഇപ്പോൾ ഈ 2 മണിക്കാണ് ഇത് റിസർവ് ചെയ്തിരുന്നത്. 2 മണിക്ക് ഈ ബെഞ്ച് ചേരുന്നു. ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണൻ്റെ ആണ് ഉത്തരവ്. അദ്ദേഹം ഒറ്റ വാക്കിൽ ഐ ആം ഡിസ്മിസിംഗ് ഇറ്റ് എന്ന് മാത്രമാണ് പ്രൊനൗൺസ് ചെയ്തിട്ടുള്ളത്. ഇനി അല്പസമയത്തിനകം തന്നെ ആ ഉത്തരവ് ഹൈക്കോടതിയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. അപ്പോഴാണ് സുപ്രധാനമായ നിരീക്ഷണങ്ങൾ വരിക. കാര്യം, കഴിഞ്ഞ തവണയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവമായ നിരീക്ഷണം ഈ വാദം പരിഗണിക്കുന്നതിനിടയിൽ സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ പരാതിക്കാരൻ്റെയും പി.സി. ജോർജിൻ്റെയും 3 പേരുടെയും വാദം പൂർത്തിയായിരുന്നു. ആ വാദം കേൾക്കുന്ന വേളകളിലൊക്കെ വളരെ ഗൗരവമായ നിരീക്ഷണങ്ങളാണ് കോടതി നടത്തിയിരുന്നത്. പ്രത്യേകിച്ച് ഒരു മതേതര രാജ്യത്ത് ഇത്തരം പ്രസ്താവനകളൊക്കെ നടത്തുമ്പോൾ, പ്രത്യേകിച്ച് പി.സി. ജോർജ് പോലെയുള്ള ഒരാൾ, അദ്ദേഹം മുതിർന്ന ഒരു 10-30 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരാളാണ്. അദ്ദേഹം ഇത്തരം
പരാമർശങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കണ്ടേ എന്ന് കോടതി ചോദിച്ചു. അപ്പോൾ PC ജോർജ് പറഞ്ഞത് ഒരു അബദ്ധം പറ്റിയതാണ്. അപ്പോൾ കോടതി പറയുന്നല്ലോ ഒരബദ്ധമല്ല, അബദ്ധങ്ങളോട് അബദ്ധമാണെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിയുടെ ഭാഗത്തുണ്ട്. കാര്യം സർക്കാർ കൃത്യമായി തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, പലതവണ PC ജോർജ് ഇത്തരത്തിലുള്ള വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പരാമർശങ്ങളുമായി ബന്ധപ്പെടുത്തി കേസെടുത്താൽ ജാമ്യ വ്യവസ്ഥകളും തുടരെ PC ജോർജ് ലംഘിക്കുകയാണെന്നതുൾപ്പെടെയുള്ള നിരീക്ഷണങ്ങൾ ശരി, സർക്കാരും അതിന് തുടരുക. തെളിവുകൾ